ഗൈസ് എന്നെ ഗോകുലം മാളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ ഇത് എടുക്കട്ടെ എന്ന് പറഞ്ഞിനി. പക്ഷേ അവിടെ എടുക്കണമെങ്കിൽ പെയ്ഡ് പൈസ കൊടുക്കണം. പൈസ ഒരു വ്ളോഗ് എടുക്കാൻ പൈസ കൊടുക്കണം. പൈസ അപ്പോൾ നമ്മളതിലാണെങ്കിൽ വ്ളോഗ് എടുക്കാനൊക്കെ പൈസ ആണെന്നെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കൊന്നും യൂട്യൂബിൽ നിന്നൊന്നും കിട്ടണം കൂടി ഇല്ല. അപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ചാനലിൽ ഇൻട്രോ പറയാൻ മറന്നുപോയി. അനസ് വ്ളോഗ് 21ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. ഇന്ന് കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, 20 ക്വസ്റ്റ്യൻ ഉണ്ട്. 20 ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കാൻ പോണത്. പിന്നെ നമുക്ക് ഇന്ന് എൻ്റെ ചാനൽ 1K ആയി. 1K എന്തൊക്കെയോ പറഞ്ഞില്ലേ, ഇനി ഒന്നുകൂടി ഫസ്റ്റ് ഇട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും തുടക്കം ഇങ്ങനെയാണ്, എന്നാലേ നമ്മൾ റെഡി ആവുള്ളൂ. തുടക്കം എന്തായാലും അബദ്ധമായിരിക്കും തുടക്കം. പിന്നെ നമുക്ക് വെച്ചടി നമ്മൾ കയറ്റാമായിരിക്കും. ഇപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി, അൽഹംദുലില്ലാ റാഹത്തുണ്ട്. എന്തോ വലിയൊരു സമാധാനം കിട്ടിയ മാതിരി ഉണ്ട്. 1000 സബ്സ്ക്രൈബർ ആയപ്പോൾ നല്ല രസമുണ്ട്. 1K എന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. കാറൊന്നും ഇടിക്കല്ലേ, പൊയ്ക്കോ. ഓ പൊയ്ക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എവിടുന്ന് മോനെ എക്സ്പോൾസിൻ്റെ മുകളിൽ കിടത്തി പോണ് കുറച്ച് ടീം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോവാണ്. ഇന്ന് ഞാനുള്ളത് പുതിയ സ്റ്റാൻഡിലേക്ക് നടന്നുകൊടുക്കുകയാണ്. ഞാൻ അരയെടുത്ത് പാലം അപ്പുറത്താണ് ബസ് ഇറങ്ങിയത്. അതിനോട് ഇനി നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കാൻ പോകാം. നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ കാണുന്ന അടിപൊളി ടീം, അടിപൊളി ആൾക്കാരെ കണ്ടാൽ നമ്മൾ എന്തായിട്ടും ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 1K ആയിട്ടുള്ള സെലിബ്രേഷൻ ഈ അടുത്ത് എന്തായാലും ഒരു വ്ളോഗാക്കി ഇടും. ഈ വ്ളോഗിൽ വലിയ സെലിബ്രേഷൻ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മളങ്ങനെ അഹങ്കാരം കാണിക്കൊന്നുമില്ല. നമ്മൾ പാവപ്പെട്ട ഒരു യൂട്യൂബറാണ്. പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റിലാണ് നമ്മളിങ്ങനെ ഉയർന്നു വരുന്നത്. ലോ ബഡ്ജറ്റാണ് മാക്സിമം നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പാളയന്ന് പുതിയ സ്റ്റാൻഡിലേക്കാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാൻ പോകണം. ഓക്കെ, എന്നെ ഹിന്ദിക്കാരൊന്നും ഇടുന്നില്ല. ഹിന്ദിക്കാരിടാൻ ഹിന്ദി ഒന്നും എനിക്ക് മനസ്സിലാവുകയില്ല. അതിനോട് ഹിന്ദിക്കാരിടുന്നില്ല. ഓക്കെ, പിന്നെ ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ എൻ്റെ വ്ളോഗിൽ ഞാനില്ലേ കുറച്ച് ഈ പൂക്കളൊക്കെ ഇല്ലേ, ഈ പൂവൊക്കെ ഉണ്ട്. ഈ പൂവൊക്കെ ഞാൻ ഓരോ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കും. ഈ പൂവൊക്കെ കൊടുത്തിട്ട് പ്രത്യേക മോഡലാക്കും ഇന്ന് ചാനൽ കേട്ടോ. തന്നാനെ പൂ തരാമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ, അതിൻ്റെ മാതിരി നമ്മൾ ഈ പൂക്കളൊക്കെ നമ്മൾ കൊടുത്ത് കുറച്ച് പ്രാങ്ക് നടത്താൻ പോകണം കേട്ടോ. മാക്സിമം ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതിങ്ങനെ തമ്പനയിൽ ഞാൻ കൊടുക്കും. ഓക്കെ, ടാറ്റ. അപ്പോൾ മുന്നിൽ കുറച്ച് ഗേൾസ് ഉണ്ട്, ഓല് പൊയ്ക്കോടെ. ഓല് പിന്നെ കളിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ കളി പോലും അറിയാത്തവർക്കാണ് നമ്മൾ പെട്ടെന്നുള്ള ഇമ്പ്രഷൻ നമ്മൾ പിടിക്കാൻ പോകണം കേട്ടോ. പെട്ടെന്ന് ഒരു ടീം നെട്ടിപ്പോവും. ഞാൻ വന്ന് ക്യാമറയും പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവർ നെട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പോണേ. അപ്പോൾ പൂവ് ഇപ്പോൾ നമ്മൾ തൽക്കാലം എടുത്തു വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ പൂവ് എൻ്റെ കയ്യിൽ തന്നെ നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കട്ടോ. ഒരു പൊടി പോലെ എഡിറ്റ് ചെയ്യാണ്ടായിട്ട് വീഡിയോ ഇടാൻ പോണത്. ഓക്കെ 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 ഡബിൾ ഓക്കെ, ട്രിപ്പിൾ ഓക്കെ, 4 ഓക്കെ, 5 ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ അരടുത്ത് പാലിൽ തന്നെ ഉള്ളത്. ഇത് അരടുത്ത് പാലാണ് ഈ കാണുന്നത്. ഈ കാണുന്ന പാലാണ് അരടുത്ത് പാൽ കേട്ടോ. ഒരു നിങ്ങൾ നോക്കിയാൽ കുറേ ആകാശവും ഇവലൊക്കെ വിചാരം വലിയ വ്ളോഗറാണെന്നാ. ഇത് നമ്മുടെ സാഗർ റെസ്റ്റോറൻറ്റ് കേട്ടോ. എൻ്റെ മോനെ അടിപൊളി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ എല്ലാവരും കാലിക്കറ്റ് വരികയാണെങ്കിൽ സാഗർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറ്റ് ഗ്ലാസ് മാറ്റണമെങ്കിൽ ഒരു 5K വരെ, ഒരു 1 മില്യൺ വരെ ചിലപ്പോൾ വൈറ്റ് ഗ്ലാസ് കിട്ടുക. വൈറ്റ് ഗ്ലാസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് വൈറ്റ് ഗ്ലാസ് ഇടുന്നത്. ബ്ലാക്ക് ആക്കണം എന്നുണ്ട്, പക്ഷേ വൈറ്റ് അല്ല ഒന്നുകൂടി വൈബ്. വൈറ്റ് ആകുമ്പോൾ ഒരു രസമാണ്. വൈറ്റാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അതാ ഇവിടെ പ്രൊമോഷൻ ചെയ്യണോ? നമ്മളെ വിളിച്ചാൽ നമ്മൾ പ്രൊമോഷൻ ചെയ്തിരിക്കും കേട്ടോ. നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പ്രൊമോഷൻ ചെയ്യും. നമ്മൾ അങ്ങനെ ജാടൊന്നും കാണിക്കൂല. നമ്മൾ ഒരു ജാടയും കാണിക്കൂല. ചെറിയ ലോ ബഡ്ജറ്റ് തന്നാൽ മതി. ചെറിയൊരു പൈസ, ചെറിയൊരു സംഖ്യ തന്നാൽ മതി. നമ്മൾ എന്തായാലും വ്ളോഗ് പ്രൊമോഷൻ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ.
നിങ്ങളൊന്നും പിടിക്കൂല, നിങ്ങളൊന്നും പിടിക്കല്ലേ എന്ന് പറയണ്ട. ബാക്കിൽ നടന്നു പോണവരൊക്കെ നിങ്ങളെ പിടിക്കല്ലേന്ന്. നമ്മൾ ഓരെ പിടിക്കൂല. നമ്മൾ നല്ല ലൈക്കുള്ള നമ്മൾ അടിപൊളി മെമ്പേഴ്സിനെ നോക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ 2 കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് മുന്നേ മൊത്തം. അപ്പോൾ ഞാൻ അടിപൊളി ടീമിനെ കണ്ടാലേ പിടിക്കുള്ളൂ. ഓക്കെ, അത് നമ്മളെ ഷവോമി MIൻ്റെ ഇത് അവിടെ പിടിക്കാൻ നമുക്ക് പിടിച്ച് ഇവിടെ ഇത് അപ്ലോഡ് ചെയ്യും. ഇത് ഡെയിലി വ്ളോഗ് എടുക്കാൻ. നിങ്ങളെ പേരെന്താ? തോഹ. നിങ്ങളെ പേരെന്താ? റൊസാരിയോ. ശരിക്കോ? എൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, എന്താണ് ഇത്? യൂട്യൂബാണ്. അല്ല, ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റും. എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നല്ലൊരു രീതിയിലാണ് ചാനൽ കൊണ്ടുവരുന്നത്. നല്ലൊരു രീതിയിൽ എൻ്റെ ചാനൽ. അതെ, എൻ്റെ ചാനൽ നോക്കും നിങ്ങൾ ഗൈസ്. ഇവിടെ ഇപ്പോൾ 2 സബ്സ്ക്രൈബർ നമ്മൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇതിലിപ്പോൾ 2 സബ്സ്ക്രൈബർ പിന്നെ ആവും. അല്ല, അതിനുള്ള കോപ്പിറൈറ്റ് വരുമോ? പാട്ടിട്ടണോ? ഇല്ലല്ലോ, പാട്ടൊന്നുമില്ല. യൂട്യൂബ് ഗൈസ്, എൻ്റെ യൂട്യൂബ് പഠിക്കാൻ പോണേ. പറഞ്ഞാ പോരെ? അനസ് വ്ളോഗ് 21. ഓക്കെ ഗൈസ്, പിന്നെ വരും. സബ്സ്ക്രൈബ്. ഓക്കെ, നിങ്ങളെ പേരെന്താ? ആദിൽ. ഇവിടെ ഓലൊക്കെ പരിചയപ്പെടുത്തട്ടെ. നിങ്ങളെ പേരെന്താ? അവിനാശ്. ഓക്കെ, എൻ്റെ പേര് അനസ്. ഓക്കെ, ഏതൊരു യൂട്യൂബ് ചാനലാ? നിങ്ങളെ പേരെന്താ? ഫാസിൽ. നിങ്ങളെ പേരെന്താ? സെമിൻ. ഓക്കെ, അഖിൽ. ഓക്കെ, നൈസ് ടു മീറ്റ് യു. എൻ്റെ പേര് അനസ്. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. സ്പെഷ്യലായിട്ട് ചാനൽ കൊണ്ടുവരുന്നത്. നമ്മൾ സാധാരണക്കാരന്മാരാണ് ചാനൽ കൊണ്ടുവരുന്നത്. ഞാൻ ഒരു പാവപ്പെട്ട ഇതിൽ നിന്നാണ് ചാനൽ എടുത്ത് വരുന്നത്. ഓക്കെ, ടാറ്റ, ബൈ. നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ മച്ച നമ്മൾ പോട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ പോകുന്നു. ചിരി വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ വൈറ്റ് ക്ലാസ് കണ്ടിട്ടേക്ക് വിളിക്കുന്നത്. പക്ഷേ ഞാൻ വൈറ്റ് ഒരിക്കലും മാറ്റൂല. ഓക്കെ, ഞാൻ കുറച്ച് സ്കിപ്പ് അടിക്കാം. എന്താണെന്ന് വെച്ചാൽ ലെങ്ത്ത് വളരെ കൂടും. കഴിഞ്ഞ പുതിയ ചാനൽ വ്ളോഗിൽ അത്തർ വീടിൻ്റെ അതിലൊക്കെ ഇങ്ങനെ നടന്ന് കളിച്ചിന്. വെറുതെ ഒരാവശ്യമില്ല. വെറുതെ എന്തോ പ്രാന്തി. ഈ RP മാളിലൊക്കെ കയറി നടന്നതിന് വെറുതെ ഒരാവശ്യമില്ല. വെറുതെ RP മാളിലൊക്കെ കയറി നടന്നതിന്. നമ്മൾ അങ്ങോട്ടൊന്നും പോകണില്ല. നമുക്ക് ഇതിലടക്കത് ഇതിൽ ഞാൻ തീരെ വന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ബസ്സൊക്കെ ബാക്കിൽ വന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ ഇപ്പോൾ തുടങ്ങുള്ളൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇടാൻ പോകണം കേട്ടോ. അവിടെ മൊത്തം ക്രൗഡുണ്ട്, ഫുൾ ക്രൗഡാണ്. ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ വൈറ്റ് ഗ്ലാസ് ഇട്ട് നടക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കുക. ഓക്കെ, അവളിങ്ങനെ പോകാൻ പോകണം കേട്ടോ. ഇവലൊക്കെ പിടിച്ച് ഒഴിവാക്കിയിട്ട് ഞാൻ എനിക്ക് ലൈക്കുള്ള പോലെ ഞാൻ അതിൽ കൊണ്ടുവരും. എനിക്ക് ലൈക്കാവണം. ഈ അനസിന് ലൈക്കായാലേ ഞാൻ അതിലേ കൊണ്ടുവരുള്ളൂ. സർവറെ കൊണ്ടുവരുന്നത് നിർത്തി. ഓക്കെ, ഇത് ഞാൻ ഒറ്റയ്ക്ക് പ്രാങ്ക് എടുക്കാൻ പോകണം. ഇതുവരെ ആരും ഒറ്റയ്ക്കൊന്നും പ്രാങ്ക് എടുക്കാൻ പോയിട്ടുണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് പ്രാങ്ക് എടുക്കാൻ പോകണേ. ഓക്കെ, മാക്സിമം ലൈക്ക് അടിക്കട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പെർമിഷൻ എടുക്കേണ്ടി വരും. ബസ് സ്റ്റാൻഡിലൊന്നും കയറി എടുക്കാനേ പറ്റില്ല. ഇതാണ് നമ്മുടെ പാളയം ടൗൺ വരുന്നുള്ളൂ. നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അതാ കാണണം. നെക്സ്റ്റോ മാക്സ് എല്ലാ ഇതും ഉണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് പോകും. ഇവിടെ വരെ പ്രാങ്ക് കിട്ടല്ലോ. ഞാൻ കോഴിക്കോടേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഇന്നെ കണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നിങ്ങളെ പേരെന്താ? ആൽബി. എൻ്റെ പേരെന്താ? ഷാറോൺ. എൻ്റെ പേര് ഷഹബാസ്. ഓക്കെ, ബസ്സിനകത്തൊക്കെ എവിടെയൊക്കെ കത്തുക്കണേ? വെറുതെ ഇരിക്കുക. അതിന് വേണം ഒരു കഴിവ്. ഓക്കെ, മുട്ടിക്കാള്. ഓക്കെ, ടാറ്റ ഗൈസ്. ഇത് മൊത്തം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. ഓക്കെ, ടാറ്റ. എന്താ ഇത് ചാനലോ? എൻ്റെ പേരെന്താ? എൻ്റെ പേര് അൽസാഫ്. എൻ്റെ പേര് അനസ്. ഇതൊരു പുതിയ മോഡൽ ചാനലാണ്. ചാനലിൻ്റെ പേര് അവിടെയൊക്കെ ഒരിടത്ത് നോക്കിയിട്ടുണ്ട് ഗൈസ്. അടിപൊളി കോസ്റ്റ്യൂമുള്ള ടീം. പേരെന്താ പറഞ്ഞോ? അമൽ. നിങ്ങളെ പേരെന്താ? ആദിൽ. ഇതൊരു പ്രത്യേക തരം ചാനലാ.
പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിനാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുക, ഇഷ്ടത്തിനാണ് തുടങ്ങുക, ഇഷ്ടമുള്ള പോലെ പിടിക്കൂ ഒക്കെ. വേറെ വെറൈറ്റി മോഡൽ. നിങ്ങളുടെ പേര് മറന്നുപോയി. അൽത്താഫ്. എൻ്റെ വ്ളോഗിൻ്റെ പേര് അനസ് വ്ളോഗ് 21 എന്നാട്ടോ. അപ്പം നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഈ വാസ്കോഡഗാമ കപ്പൽ ഇറങ്ങിയ വർഷം ഏതാ? ആ കാപ്പാട് വർഷം അതല്ല, തെറ്റി. ഒഴിവിട് എന്നാ പറഞ്ഞ നമ്മളെ ടീം തന്നെയാണ്. ഒഴിവിട് എന്നാ പറഞ്ഞത്. ഓക്കെ, വേറെ ചോദ്യമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ഇന്ത്യയിലെ പക്ഷി ഏതാണ്? അല്ല, റെഡിയാ പറഞ്ഞേ, മയില്. റെഡിയാ പറഞ്ഞേ. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻ ഉള്ളൂ. കൊറേ ആൾക്കാരോട് ചോദിക്കാണ്ട്, നിങ്ങളോടല്ലേ പുള്ളി ചോദിച്ചാല് നമ്മള് കൊടുക്കൂ. ഹിന്ദിക്കാര് എന്താ ഭായ് തുമ്മാരാ നാം ക്യാ? മേരാ നാം മേരാജ്. ബഡാ വ്ളോഗർ. ഐ ആം ബഡാ വ്ളോഗർ. ഓക്കെ. ഇവിടെ മൊത്തം നമ്മളെ ക്രൗഡ് നമ്മളിവിടെ ഒരു ഇളക്കിട്ടോ. ഇവിടെ മൊത്തം ആൾക്കാർ നമ്മളെ നോക്കി കിട്ടും. നമ്മൾ ഇവിടെ നിന്ന് വല്ല പോവാം. എൻ്റെ വ്ളോഗ് അനസ് വ്ളോഗ് 21 എന്ന് അടിച്ചാൽ മതി. യൂട്യൂബിൽ വീഡിയോ എടുക്കുകയാണ്. ഡെയിലി 5 മണിക്ക് വീഡിയോ ഇടും. നമ്മളെപ്പോഴും കൂട്ടണം. ഓ കൂട്ടി. അതെ ആണല്ലേ. ഈ പുതിയ സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? എന്തൊക്കെ പറഞ്ഞോ? നല്ല അഭിപ്രായം പറഞ്ഞാൽ മതി. അല്ല, ഒന്നുകൂടി പറഞ്ഞോ. പെട്ടെന്നുള്ള പേര് അനസ് വ്ളോഗ് 21. വ്ളോഗ് ബി അല്ല, ബി വ്ളോഗ് അതാ മോളത്. എന്നാ ഞാൻ പോട്ടെന്നല്ലേ, ഞാൻ ഊർക്കട പോയി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഇതിലേക്ക് വരാൻ. ഞാൻ എപ്പോഴാണ് കയറി വരുന്നത്. അപ്പോൾ മാക്സ് സപ്പോർട്ട് വേണം കേട്ടോ. അതെ, ഓക്കെ ചേട്ടാ. അപ്പോൾ നമ്മൾ പോലെ പിടിച്ചിട്ടോ. ഇവിടെ എന്താണ്? ഇവിടെ അടിപൊളി ബന്ന്. ഇതെന്താണ്? ക്രീം ബന്ന്. എന്തൊക്കെയാ അവിടെ ഉള്ളത്? പോട്ടെ. ഓക്കെ, എൻ്റെ പേരെന്താ? പേര് ഇബാദ്. ഓക്കെ, ഇബാദ് പെട്ടെന്നുള്ള ഇംപ്രഷൻ നെട്ടിപ്പോയി. മഴയാക. അപ്പോൾ ഒക്കെ ഓക്കെ അല്ലേ? കുറച്ച് വേർത്ത് ആ സഭയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ കഴിഞ്ഞില്ല. ആ ഒരു ഇതിൽ ഇങ്ങോട്ട് കഴിച്ചിലാവാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മളെ കെട്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. അതാ ഈ ട്രാക്കിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്നാണ് ഏതോ ഒരു വ്ളോഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. പാട്ട് പഠിപ്പിക്കുന്ന വ്ളോഗ് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴത്തെ വ്ളോഗ് നമ്മൾ അപ്പുറത്ത് നിന്നാട്ട് വരുന്നത്. അപ്പുറത്തുനിന്ന് അപ്പങ്ങളെമ്പാടും നെട്ടിക്കിരുത്തമായി ഇമ്മയായി ചുട്ടത് വൻമുരിക്കായി അമ്പാടി കൊച്ചമ്മായി അരുമോനെ പൊന്നമ്മായി ഒറ്റോടും പൊട്ടിയായി പോയി. ട്രാഫിക്കാരനൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇന്ത്യ മോനെ സീന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ടേക്കാണ് നടന്നെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെ നടന്ന് അതിലെങ്ങനെ വരും. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട് ഗൈസ്. കുറച്ച് ക്വസ്റ്റ്യൻ പഠിക്കട്ടെ. അവിടെ എത്തിയപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ നെട്ടിപ്പോയി. ക്വസ്റ്റ്യങ്ങളൊക്കെ മറന്നു. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് പഠിക്കാൻ പോകാം കേട്ടോ. ഓക്കെ, വീഡിയോ കുറച്ച് സ്റ്റോപ്പ് ചെയ്തൊക്കെ ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ പഠിക്കട്ടെ. അതിൽ മൊത്തം ക്വസ്റ്റ്യനാണ്. യൂട്യൂബിൽ മൊത്തം ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇനി ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ ഏതാ അറിയോ? ഇതാ, ഇന്ത്യയുടെ ദേശീയ കറൻസി ഏതാണ്? ഇന്ത്യൻ റുപ്പി എന്നാണ്. ഈ മഞ്ഞ കത്തിനാണ് ആൻസർ കേട്ടോ. ഓക്കെ, നമ്മൾ ചോദിക്കാൻ പോകണം കേട്ടോ. എന്തൊക്കെ ഓപ്ഷനാണ് അറിയുള്ളത്? ഡോളർ, യൂറോ, പൈസ, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം കേട്ടോ. ഓക്കെ, സിഗ്നലായി കഴിഞ്ഞാൽ നമ്മൾ അപ്പുറം കിടക്കും. ഓക്കെ, സ്പെഷ്യൽ വ്ളോഗർ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വൈറ്റ് ക്ലാസ് ഇട്ടിട്ട് വീഡിയോ ഓണല്ലേ? അതെ, വീഡിയോ ഓണാണ്. ഇൻ്റെ മോനെ റെഡ് ഓടി കാറൊക്കെ പൊളി മച്ചാ. അമ്പോ എട്ടാ, ഇതേതാണ് മറ്റേ കിയൻ്റെ കാറ്. അമ്പോ, നമുക്കൊന്നും കാർ തന്നെയല്ലേ അവിടെ. നമ്മൾ അവിടേക്ക് പോയാൽ അവിടെ പോയിട്ട് എടാ പറഞ്ഞോ. നമ്മളെ കുറേ ഓൾഡ് ഫ്രണ്ട്സല്ല, നമ്മളെ അറിയുന്ന ആൾക്കാർ. ഐസാ ടീം പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം കേട്ടോ. ഇന്ത്യയുടെ എന്താണ് മോനെ? ക്വസ്റ്റ്യൻ മറന്നു പോവാണല്ലോ. ഇന്ത്യ അളിയ, ഇങ്ങനത്തെ ഒരു മറവ് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ, എന്താണ് ഇത്? വായിച്ചു നോക്കട്ടെ. അല്ല, ഞാൻ അവിടെ പോയിട്ട് ഇന്ത്യയുടെ ദേശീയ ഫലം ആപ്പിളോ? അല്ലോ, അത് ക്വസ്റ്റ്യൻ മാറി.
അല്ല ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ കുറച്ച് വായിച്ചിട്ട് പോവാം. ഇന്ത്യയിലെ ദേശീയ ഇഴജന്തു അത് ചോദിക്കാം, അത് പൊളിക്കൂ. രാജവെമ്പാല. ഇന്ത്യയുടെ ദേശീയ ഈജന്തു രാജവെമ്പാല കേട്ടോ. ഓക്കെ, അല്ല അത് വേണ്ട, വേറെ ചോദിക്കാം. എന്താണ് ഭാരത സർക്കാർ രൂപീകരിച്ച ചിഹ്നം അവതരിപ്പിച്ചത്? അതും വേണ്ട, സീനാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദരിച്ചത് അത് ചോദിക്കാം. ഏതാ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രംഗിച്ചത് ഉത്തരം നോക്കാം നമുക്ക്. രവീന്ദ്രനാഥ് ടാഗോർ. ഇത് പൊളിക്കൂ, എനിക്ക് അവനെ നല്ല ഇഷ്ടമാണ്. അമ്മയെ പട്ടി നോക്കുന്നുണ്ട് എന്നെ, സീന് ഇടിക്കൂലേക്ക് ചുറ്റും വന്ന്. അപ്പോൾ ഇതാണല്ലോ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, അത് പറയാത്തവന് ഈ വ്ളോഗിൽ ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ആരും നല്ല അടിപൊളി മെമ്പേഴ്സ് ഒന്നും കാണുന്നില്ല. ഹലോ ബ്രോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വ്ളോഗ് ഇങ്ങനെ എടുത്തു പോയപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഇത് മറ്റേതാക്കിയത്. എന്ത് അലുവ പ്രൊമോഷൻ ചെയ്തത്. പിന്നെ ആര് ക്വസ്റ്റ്യൻ ചോദിക്കാൻ? പക്ഷെ അപ്പുറത്താണെങ്കിൽ കുറേ ടീം നടന്നു വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കണ്ട, ഒരാളും ഇല്ലേ. ഇതാണ് നമ്മൾ കഴിഞ്ഞ വ്ളോഗിലുള്ള ഓൻ്റെ അടുത്തേക്കൊന്ന് പോയോക്കാം. ഹിബ ടീമിൻ്റെ അടുത്ത്. അറിയോ? വലൈക്കും അസ്സലാം. കണ്ടീനോ വ്ളോഗ്? ഓക്കെ, ഞാൻ ഒന്നൊരു വേറൊരു പരിപാടി എടുക്കാൻ വന്നാ. ഓക്കെ, ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകും. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യയിലെ ദേശീയ ഗാനം ആരാണ് കൊണ്ടുവന്നത്? ഇന്ത്യയിലെ ദേശീയ ഗാനം ആരാ കൊണ്ടുവന്നത്? അതെ, ഞാൻ പറയും, ഞാൻ സ്കിപ്പ് അടിക്കട്ടെ. ഞാൻ പറയും, കുറച്ചൊരു ക്ലൂ പറഞ്ഞുതരാം. രവി, ബാക്കി പറയോ? രവീന്ദ്രനാഥ് ടാഗോർ. എൻ്റെ അതെ കുത്തിക്കാട്. ഓക്കെ, ഞാൻ പോട്ടെ. ഓക്കെ ഇത് റെഡിയാണ് ഗൈസ്, റെഡി. നമ്മൾ കുറച്ച് ചെറിയൊരു ക്ലൂ കൊടുത്തിട്ടോ. റെഡിയാ. ഞാൻ വേറെ ആരോടെ ചോദിക്കട്ടെ? ഓക്കെ, എന്നെ വിട്ടുന്നില്ല ഗൈസ്. മുട്ടായിക്ക് തീർന്ന്. മുട്ടായി ഞാൻ ക്ലൂ പറഞ്ഞു തന്നിട്ട് മുട്ടായി തരിക. ഇവിടെ പമ്മി കളിക്കുന്ന വീഡിയോയിലുണ്ട് ഗൈസ്. മുട്ടായി നമ്മൾ വാങ്ങിയില്ല. ആദ്യം പോയി മുട്ടായി വാങ്ങട്ടെ, മറന്നുപോയി മുട്ടായി വാങ്ങാൻ. നമ്മൾ മുട്ടായി വാങ്ങാൻ പോണ കാഴ്ചകളാണ് കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ. അപ്പോൾ അവിടെ കടയിലെത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. കടയിലെത്തിയിട്ട് കാണാം ഗൈസ്. 1K സെലിബ്രേഷൻ്റെ വീഡിയോ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യട്ടോ. അടുത്ത് വേറെ ലെവലിൽ വീഡിയോ വരുന്നതാണ്. അത് ഞാൻ കണ്ടന്റ് അങ്ങനെ തന്നെ കൊടുക്കും. 1K സെലിബ്രേഷൻ വീഡിയോ കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും മറ്റേ ഇത് കൊടുത്തില്ല. ഏത് നമ്മളെ പൂ ഇപ്പോഴും കൊടുത്തില്ല. പൂ ഇപ്പം കൊടുക്കാനാവണുള്ളൂ. പൂ കൊടുക്കണമെങ്കിൽ നല്ല അടിപൊളി ടീം വരണം. പൂ പിടിക്കുമ്പോൾ തന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. ഈ പൂ എടുത്തൊക്കെ അമ്പോ ഇമ്പൾസ്. എൻ്റെ കുടുംബത്തിലെ ഒരുത്തനുണ്ട് ഇമ്പൾസിൻ്റെ പ്രാന്ത്. ഇമ്പൾസിൻ്റെ യജമാനൻ തന്നെ പറയാം. ഡൽഹിയിൽ നിന്ന് കുറേ ഇമ്പൾസ് ഇറക്കും. ഡൽഹിയിൽ പോയിട്ട് ഇമ്പൾസ് എടുത്തുകൊണ്ട് വരും. DL രജിസ്ട്രേഷൻ വണ്ടി. എന്നിട്ട് ഇവിടുന്ന് സെയിലാക്കുമെന്നൊന്നും അറിയില്ല. ഇവിടുന്ന് ഓടിച്ച് കളിക്കും. അത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ. ഇമ്പൾസ് കണ്ടപ്പോൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ കുറച്ച് ചോക്ലേറ്റ് വാങ്ങാൻ പോകണം കേട്ടോ. ഓക്കെ, അതാ കടത്തി ഷോപ്പ് എടുത്തി. എടാ മച്ചേ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഗിഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് അറിയുന്ന ചോദ്യമായിട്ടാണ്. ഈ ദേശീയ ഗാനല്ലേ അത് ആരാണ് ഈ ഫസ്റ്റ് കൊണ്ടുവന്നത്? അല്ല, ഫസ്റ്റ് അല്ല, ആരാണ് ദേശീയ ഗാനം ഉണ്ടാക്കിയത്? ഗാന്ധിജി അല്ല, ഓൻ്റെ കൂടെ ഉള്ള വേറെ ആളാണ്. അല്ല, ജവഹർലാൽ നെഹ്റു അല്ല. ഒരാളും പാടെ ഉണ്ട്, മറ്റേ രവി എന്ന് പറഞ്ഞിട്ട് ഒരുത്തല്ലേ. രവി അത്ര ക്ലൂ വന്നിട്ട് മനസ്സിലാവില്ല. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞോ? അതെ,
എൻ്റെ പേരെന്താ? എൻ്റെ ചാനലിൻ്റെ പേര് അനസ് ബ്ലോഗ് 21 നാട്ടെ. സ്പെഷ്യലായിട്ട് ചാനൽ കൊണ്ടുവരും. നമുക്ക് എന്തായാലും ലൈക്കാവും. ഓക്കെ ടാറ്റ. അതെ അതെ ഓക്കെ ഗൈസ്, ഞാൻ ക്ലൂ മൊത്തം ഞാൻ പറഞ്ഞെടുത്തു. അപ്പം വീഡിയോ കട്ട് ചെയ്യാണ്ട് അതിനും വേണം ഒരു കഴിവ്. ഓക്കെ, നമ്മൾ ചോക്ലേറ്റ് മേടിക്കാൻ പോകും ഇവിടെ. നോക്കി സ്പെഷ്യൽ ചോക്ലേറ്റ് എന്താ ഉള്ളത്? സ്പെഷ്യലായിട്ട് ചോക്ലേറ്റ് ഡയറി മിൽക്ക് 5-ൻ്റെ ഡയറി മിൽക്ക് ഉണ്ടോ? 5-ൻ്റെ അത് എവിടെ? അതിൻ്റെ ഉള്ളിലാ? അയറ്റാലൊരു ഒരു 2 മതി. അയറ്റ 2 പിന്നെന്താ ചെറിയ 1 റുപ്യേൻ്റെ എന്താ മുട്ടായുള്ളത്? കോപ്പിക്കോണ്ട് ഒരു 10 കോപ്പിക്കോ എടുത്തു. ഗൈസ്, ഡയറി മിൽക്ക് നമ്മൾ സ്പെഷ്യലായിട്ടുള്ളവർക്ക് ഡയറി മിൽക്ക് കൊടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഡയറി മിൽക്ക് സ്പെഷ്യലായിട്ടുള്ളവർക്ക് ഡയറി മിൽക്ക് കൊടുക്കാൻ വേണം. ഡയറി മിൽക്ക് 5 എന്താ തുമര നോക്കിയാ? അലാവുദ്ദീൻ. മോനെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതാണല്ലേ 10 ഡയറി കോപ്പിക്കോ. 10 കോപ്പിക്കോയും ഇത് കത്തും കേട്ടോ. ഇത് കത്തും, എന്തായാലും കത്തും. പൈസ കൊടുക്കും, ക്യാഷ് മണി. അത് മതി 2 5-ന് ഡയറി മിൽക്കും ഒരു 10 കോപ്പിക്കോയും. 30 റുപ്യ എന്താ ബാക്കി വെക്കാൻ കാരണം എന്താ വെച്ചാൽ ബസ്സിന് പോകണം കേട്ടോ. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ പ്രാങ്കൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങണമെങ്കിൽ നല്ല അടിപൊളി ടീമിനെ കാണണം എൻ്റെ മോനെ. പിന്നെ നമ്മൾ ദേശീയ ഗാനം ഫുള്ള് പാടാനൊക്കെ പറയും. ഓങ്ക് ഫുള്ള് പാടാൻ കഴിയുമോ നമ്മൾ നോക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഓങ്ക് ഡയറി മിൽക്ക് കൊടുക്കും. തെറ്റിക്കാണ്ട് പാടണം. ജനഗണമന അതിനായക ജനകേ ഭാരത ഭാഗ്യവിധാത ഇന്ത്യ ഹിമാചല യമുന അല്ലോ. ആ പാട്ട് വെച്ച് നമ്മൾ ഒരു പ്രാങ്ക് എടുക്കുകയാണ്. ആ പാട്ടിന് നമ്മൾ അതിൻ്റെതായ വില കൊടുക്കുന്നുണ്ട്. അത് ദേശീയ ഗാനമാണ്. എന്ത്? ഒന്നുമില്ല, 5 പൈസ ഇല്ല. 5 പൈസ ഇല്ലടോ, 5 പൈസ ഇല്ല. വ്ളോഗാണിത്. എന്ത്? ഞാൻ വെറുതെ തരും. വെറുതെ ഫ്രീ തരും. പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? പൈസ ഇല്ല, 5 പൈസ ഇല്ല. 5 പൈസ ഇല്ല. 5 പൈസ ഇല്ല. 5 പൈസ ഇല്ല. എടോ 5 പൈസ ഇല്ല. അനക്ക് എന്തേ മനസ്സിലാവുണ്ടോ മോനെ? ഇന്ന് എന്തിനാ വിളിച്ചത്? ഇന്നാണ് വിളിച്ചത്. വിട്ടോ. എന്റെ ചാനലിന്റെ പേരെന്താ അറിയോ? അനസ് വ്ളോഗ് 21. ഓക്കെ, ഹിന്ദി ഞാൻ ഹിന്ദി പറയണോ? तुम्हारा नाम क्या? ചാനൽ നാം അനസ് വ്ളോഗ് 21. ഷോയിലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. വ്ളോഗ് ഓക്കെ ഇനിയും പ്രവാസി എടുക്കണമെന്ന്. എന്താ കഥ? ഇനി ഇല്ല മോനെ, അതൊക്കെ എടുത്തതാ മോനെ. അനക്കറിയില്ലേ? ഞാൻ എടുത്തത് അറിയില്ലേ? ഓക്കെ ഗൈസ്, ഇവൻക്കെങ്കിലും അറിയാം. നിങ്ങൾ വരുന്നേ ഇവിടെ. പിന്നെ എന്താ പറയുക, അള്ളാ മോനെ, നമ്മളെ ഹിമാലയ പുതിയ മോഡൽ ഹിമാലയ പൊള്ളി കിടിലൻ സാധനം. നോക്കി ഹിമാലയ നോക്കി. ഇന്ത്യ മോനെ ഒന്നും പറയാനില്ല. പുതിയ എഡിഷൻ ഹിമാലയ കേട്ടോ, റോയൽ എൻഫീൽഡിൻ്റെ. ഇന്ത്യ മോനെ, ഇത് കുന്നിൻ്റെ മുകളിലൊക്കെ നമുക്ക് കിളച്ച് തരാം. ഇത് കുന്നിൻ്റെ ലോഗോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മലയാണ്. സോറി, തട്ടിപ്പോ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളെ KSRTC സ്റ്റാൻഡ്. അപ്പോൾ നമ്മളെന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ. സ്പെഷ്യൽ കളികൾ നമ്മൾ കളിക്കുന്നത്. ഹായ് ബ്രോ. ഏട്ടനോ? എന്തൊക്കെയാ ഇടേണ്ടത്? എൻ്റെ വീട് ഉർക്കടവ്. അതെ, ഷവർമൻ്റെ മേലെ സീറ്റും കാര്യം. 5 പൈസ ഇല്ല. അതിന് ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ വേണ്ടതാണ്. നിങ്ങളെ പേരെന്താ? അനസ്. എൻ്റെ പേര് അനസ്. ഊർക്കടവിൽ. ഓക്കെ ടാറ്റ, പോയി. എന്താ ചെയ്യാ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മളപ്പുറത്തേക്ക് കുറച്ച് ബീച്ചിൻ്റെ സൈഡിലേക്കാ. അതാകുമ്പോൾ അടിയൊന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് വീഡിയോ ഓഫ് ആവുന്നുണ്ടേ. അങ്ങനെയൊക്കെയാണ് സ്ഥിതി.
അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ്. ഇതിപ്പോൾ എത്ര മിനിറ്റായി? 24 മിനിറ്റ് എന്തൊക്കെയാണ് എടുത്തതെന്ന് പോലും അറിയില്ല കേട്ടോ. അല്ല പറയണേ, ഞാൻ വീഡിയോ തീരെ എഡിറ്റ് ചെയ്യില്ല, നേരെ അങ്ങോട്ട് പിടിച്ച് കയറ്റുക ചെയ്യുക, നേരെ അങ്ങോട്ട് പിടിച്ച് കയറ്റും. നമ്മൾ ആരോടൊപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുക? ഡയറി മിൽക്കൊക്കെ ഇതാ കീശയിൽ നിറയെ ഡയറി മിൽക്കും കോപ്പിക്കോയൊക്കെ ഉണ്ട്, നിറയെ ഉണ്ട്. പിന്നെ എനിക്ക് അക്ഷയൻ്റെ ചോദ്യം ഒന്നും ചോദിക്കില്ല കേട്ടോ. അക്ഷയ ചോദ്യങ്ങളൊക്കെ നിർത്തി, അത് രസമില്ല. പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു കമ്പനിക്കാരൻ പറഞ്ഞതാണ്, ആ കാണുന്ന ബിൽഡിങ്ങില്ലേ അതിൻ്റെ പേരെന്താ അറിയോ? എന്താ പറയുക, ഈ ഷിപ്പ് മാള് എന്നാ പറയുക, ഷിപ്പ് മാള്. എനിക്ക് പിന്നെ എൻ്റെ വ്ളോഗ് കണ്ടിട്ട് പറഞ്ഞു തന്നതാണ്. അതൊരു ഷിപ്പിൻ്റെ ആകൃതി തന്നെ ഉണ്ട് ആ വ്ളോഗ്. അല്ല, തെറ്റിപ്പോണ്. ഇത് കാണാൻ, ഷിപ്പ് കാണാനൊരു തെറ്റി. ആ ബിൽഡിങ് കാണാൻ ഒരു ഷിപ്പിൻ്റെ ആകൃതി ഉണ്ട്. ഒരു പറയാനുള്ള കഷ്ടപ്പാട് നോക്കണം നമ്മൾ. ഓക്കെ, അവിടെ നിന്നൊക്കെ ഫുള്ള് നോക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം കേട്ടോ, കുറച്ചപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പോയാൽ നമ്മൾ ബീച്ചിലെത്തും. ഇങ്ങനെ നടന്നു പോയാൽ ബീച്ച് വരെ നടന്നാലോ? ബീച്ച് വരെ നടക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. ഐ ആം വെരി ഇൻട്രസ്റ്റ്. എടാ, നമ്മളെ കഴിഞ്ഞ വ്ളോഗിൽ എറണാകുളം ടീം. ഇത് നമ്മളെ ഗൾഫ് ബസാറാണ് കേട്ടോ. പിന്നെ ഒരുത്ത എനിക്ക് പറഞ്ഞു തന്നത് ഗൾഫ് ബസാറാണ്, അത് ഗൾഫിലുള്ള ബസാർ. എവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ജ്യൂസ് കുടിച്ചിന്? ഈ വ്ളോഗ് ഈ സൈഡിൽ നിന്നാണ് ജ്യൂസ് കുടിച്ചിന് കേട്ടോ. ജ്യൂസ് പിടി ഉള്ളതിലൊക്കെ ഓട്ടും ഞാൻ വ്ളോഗ് എടുത്ത് വരികയാണെങ്കിൽ. അത് ക്വസ്റ്റ്യൻ ഇതിലിപ്പോൾ ആരാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം? എടാ മച്ചാ, ഞാൻ ഒരു യൂട്യൂബർ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒരു ചെറിയ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എന്തായാലും ആൻസർ പറയാൻ കഴിയും. എടാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്തായാലും ആൻസർ പറയാൻ കഴിയും. അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ദേശീയ ഗാനല്ലേ, അതാരാ കൊണ്ടുവന്നേ? ഇന്ത്യയുടെ ദേശീയ ഗാനം. ഓപ്ഷൻ ഇല്ല, ഇതെല്ലാവർക്കും അറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ എന്നാ ക്ലൂ തരട്ടെ? രവി എന്നാണ്. ബാക്കിയൊന്ന് പറയോ? രവി. അമ്പോ, എവിടെ കേട്ടോ പറഞ്ഞേ? നമുക്ക് ഡയറി മിൽക്കിന് കൊടുക്കാൻ പോകണോ? ഓക്കെ, അപ്പോൾ ഹാപ്പി. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു തന്നായില്ലേ? ഒരു ഡയറി മിൽക്കെങ്കിലും കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21 എന്നാട്ടോ. ഓക്കെ, ടാറ്റ. ഒരു ഡയറി മിൽക്ക് കൊടുത്തു ഞാൻ. അതാ പറഞ്ഞത്, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്ക് നമ്മൾക്ക് ചിലപ്പോൾ കോപ്പിക്കോ കൊടുക്കും, ചിലപ്പോൾ ഡയറി മിൽക്ക് കൊടുക്കും. ഓക്കെ, നമ്മൾ ഇനി അപ്പുറം കിടക്കാം. അപ്പുറത്തേ പോട്ടെ, അപ്പുറത്തേ പോയി ഞാൻ തന്നെ പറയണേ. അപ്പോൾ ഒരു ഡയറി മിൽക്ക് കൊടുത്ത്, ഇനി നമുക്ക് ഒരു ഡയറി മിൽക്ക് ഉണ്ട്, കുറച്ച് നിറയെ കോപ്പിക്കോ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ഗേൾസിനെ പിടിക്കാം. ഈ ബോയ്സുകൾക്കൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്കൊന്നും പറയാനും അറിയില്ല, ഭയങ്കര ചടപ്പാണ്. അല്ലോ, ഇതെന്താ? അത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമ്മളെ ഈ പരസ്യത്തിലൊക്കെ കാണാനില്ലേ, അതാണ് ഈ കാണുന്നത് നമ്മളെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ബസ് മൊത്തം എൻ്റെ കയ്യിലാണ്. ഞാൻ വേണം ഇവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ബസ് മൊത്തം നമ്മളെ കയ്യിലാണ്. ബസ് മൊത്തം ഫുൾ ബസ്സിലുള്ള ടീംസ് മൊത്തം എന്നെ നോക്കണേ. അങ്ങനെയൊക്കെയാണ് സ്ഥിതി. എൻ്റെ മോനെ ഐസ്, നിങ്ങൾ നോക്കി, ഞാനൊരു ചെറിയൊരു യൂട്യൂബറാണ്, പക്ഷെ എനിക്കുള്ള ഒരു അവഗണന നിങ്ങൾ നോക്കൂ. നമ്മളെ പുച്ഛിച്ചവരാ, ഫുൾ പുച്ഛമായ രീതിയിൽ. മുന്നിലൊക്കെ അടിപൊളി ഒരു പോളോ കിടക്കണം, പോളോ. മോനെ, പോളോ കാറ്. സൈഡിൽ സ്പേസില്ല. നമ്മളങ്ങനെ പോവാണ് കേട്ടോ. ഇതിലങ്ങോട്ട് പോയാൽ നമ്മൾ ബീച്ച് റോഡിലേക്ക് കയറി, നമ്മൾ ബീച്ചിലേക്കൊന്ന് പോകാൻ പോകണം കേട്ടോ. എന്താ ഇത്? ലൈവ് അല്ല, ഇത് യൂട്യൂബാ. അനസ് വ്ളോഗ് 21 എന്ന് അടിച്ചാൽ കാണാം. അറിയാമോ? ഓക്കെ. ലൈവൊന്നും നമ്മൾ ഇടയില്ലല്ലോ, പിന്നെന്തിനാ ലൈവാണെന്ന് ചോദിക്കുന്ന പോലെ. നമ്മൾ ലൈവ് ഇടട്ടോ. എന്താണെന്ന് വെച്ചാൽ ലൈവ് ഇടാനായില്ല, കുറച്ച് കഴിയട്ടെ. ലൈവ് ഇടാനായില്ല. തുടക്കത്തിലൊക്കെ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ വളരെ മോശമുള്ള പരിപാടിയാണ് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് തേങ്ങ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അതാണ് വിഷയം. കണ്ടോ, ബസ്സൊക്കെ എന്നെ നോക്കുന്ന കണ്ടില്ലേ? അത് വേറെന്താ? എന്തെങ്കിലും പേരായിക്കോട്ടെ. ടാറ്റ. എൻ്റെ വ്ളോഗിൻ്റെ പേര് അനസ് വ്ളോഗ് 21 കേട്ടോ.
എൻ്റെ പേര് ഞാൻ കേട്ടിയില്ല മച്ചാ. അതാണ് എന്തെങ്കിലും പേര് ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. നമ്മുടെ ബസ്സിലും കയറാനുള്ള ഇതില്ല. അതാ അവിടെ ഒരു ടീം വ്ളോഗ് എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതാ ഗൈസ്, അതാ എവിടെ 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 പോയി 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 ഇഞ്ച മോനെ ചിരിയിട്ട് പോയി. അതിന് ചിരിയിൽ കിട്ടിയില്ല. മോനെ റെഡ് പോളോ നോക്ക്. റെഡിനെക്കാട്ടും അടിപൊളി വൈറ്റാണ്, പക്ഷെ റെഡും അടിപൊളി കേട്ടോ. ഇന്ത്യ മോനെ ബസ് മൊത്തനെ ബസ് ഫുള്ളിന്നെ നോക്കണേ. ഞാൻ അറിയാണ്ട് സീന് കോൺട്ര. എൻ്റെ മോനെ പോലീസ് വണ്ടി, പോലീസ് പോലീസിനെ ലാറ്റ എടുത്ത് പോലീസ് പോലീസ് നമ്മൾ സ്പെഷ്യൽ നമ്മൾ വീഡിയോ കുറച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. പക്ഷെ മോനെ വെള്ളം കുടിക്കാണ്ട് നിന്നിട്ട് ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കരമായ റിസ്ക്. തീർന്ന് ഞാൻ നമ്മൾ ചായപ്പീടിയിൽ നിന്ന് കണ്ട ഒരാൾ വരുന്നുണ്ട്. നമ്മൾ ചായപ്പീടിയിൽ നിന്ന് അലാവുദ്ദീൻ വരുന്നുണ്ട്. അലാവുദ്ദീനോട് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. നമ്മൾ അലാവുദ്ദീനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. ഹായ് അലാവുദ്ദീൻ. അലാവുദ്ദീൻ എന്നല്ലേ പേര്? നാം നിങ്ങളോട് ഒരു ദേശീയ ഗാനം അറിയോ? ജനഗണമന അധിനായക ജയകെ ഭാരത ഭാഗ്യ ഇതാതാ. അതറിയില്ല? ദേശീയ ഹിന്ദി മാലും അല്ലേ? ഓക്കെ, എനിക്ക് ഹിന്ദി അറിയില്ല, വിട്ടോ, ടാറ്റ. ഇന്ത്യയിൽ ഈ ദേശീയ ഗാനത്തിന് എന്തൊക്കെയോ ഹിന്ദിയിൽ പറയാ. അതൊക്കെ പഠിക്കാൻ പോയിണ്ടെങ്കിൽ ഞാനിപ്പോൾ ബ്ലോഗൊന്നും എടുത്ത് വരില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഇരിക്കാം. എൻ്റെ മോനെ ഹെവി റിസ്ക്കാണ് എടുക്കുന്നത്. ഇതേമാതിരി ഒന്നും ഒരു കുട്ടി പോലും റിസ്ക് എടുത്തിട്ടുണ്ടാവില്ല. സ്പെഷ്യലി ചാനൽ കേട്ടോ. മാക്സിമം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്. ഇന്നലെ ലുലുമാളിലാണെങ്കിൽ ഇന്ന് നമ്മൾ പുതിയ ചാനലാണല്ലേ. പാളയം ഭാഗത്തേക്ക് ഞാൻ പോവേ ഇല്ല. പാളയത്തേക്ക് പോയാൽ നമ്മളെ വീഡിയോ പോയി, വീഡിയോ മൊത്തം അബദ്ധമായി പോകും. ഞാൻ എന്തൊക്കെയോ പറയും. ഓക്കെ ഐസ്, നമ്മൾ റെയിൽവേയിലേക്ക് പോകണം കേട്ടോ. ഇവിടുന്ന് ഞാൻ നേരെ പോയാൽ റെയിൽവേ എത്തും. റെയിൽവേയിൽ എന്തായാലും റെയിൽവേയിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കട്ടോ. ഞാനാണ് ഈ മാളിൽ നിന്നൊക്കെ വ്ളോഗ് എടുക്കണത് ഏറ്റവും നല്ലത്. ഇത് നടന്ന് കളിക്കുമ്പോൾ ഭയങ്കര വേർത്ത് കുളിച്ച് പോകണം. ഓ, ഞാനിപ്പോൾ എന്തൊക്കെയൊക്കെയാ ഈ വ്ളോഗിൽ പറഞ്ഞതുപോലെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ മാക്സിമം അടിപൊളിയാക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. എൻ്റെ പരമാവധി അടിപൊളിയാക്കാൻ നോക്കുന്നുണ്ട്, പരമാവധി. ആർലി ഡൈവേഴ്സൺ. ആർലി എനിക്ക് ആർലി കണ്ടിട്ടാണ് ഞാൻ വ്ളോഗിലേക്ക് ഇട്ടത് കേട്ടോ. എന്താണ് വെറുതെ മെനക്കെടുത്തിന് ഡേൻസ്. നമ്മളൊരു നല്ല ബിരിയാണിൻ്റെ മണം 5 പൈസ ഇല്ല അല്ലേ, അതിൻ്റെ ഉള്ളിൽ കയറി ഒരു ബിരിയാണിയിൽ കഴിച്ച് അടിപൊളി ബിരിയാണീൻ്റെ മണം. ഗൈസ്, പുതിയ വ്ളോഗറാണ് കേട്ടോ. ബസ്സുള്ളവരൊക്കെ ആയി തരണം. എടോ, ഞാനിപ്പോൾ എവിടെയാ എത്തിയത്? ഇത് സീനായല്ലോ ഇത്. എന്തായാലും അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. കുറച്ച് കോപ്പിക്കോ ഉണ്ടേനി, കോപ്പിക്കോ ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്താലോ. ഗൈസ്, ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഫുൾ ബൈമാർ ഇന്ത്യക്കാരെ കള്ളിയും ചിരി. അവിടെ നമ്മൾ ബീച്ചിലേക്കൊക്കെ പോയാൽ മതി ഇനി വ്ളോഗ് എടുക്കാൻ. അടിപൊളി വ്ളോഗ് എടുത്തിന്. എന്തായാലും ബീച്ചിലേക്ക് ഓടാൻ പോയാൻ, ബീച്ചിൽ പോയിട്ട് ഒരു വ്ളോഗ് എടുക്കാം. എന്തായാലും അടിപൊളിയാക്കാം. അതെല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് കാണാം കേട്ടോ. എന്തായാലും ആരും സ്കിപ്പ് അടിക്കില്ല എന്നാണ് ഒരു വിശ്വാസം. മോനെ എന്ത് ചെയ്യാനാ, വ്ളോഗ് എടുത്ത് കുടുങ്ങിപ്പോയി. ഞാനൊരു പ്രത്യേക തരം വ്ളോഗറാന്ന് നിങ്ങൾ കൂട്ടിക്കോട്ടോ. ഇതുവരെ കാണാത്തൊരു മോഡൽ വ്ളോഗർ. അങ്ങനെയെങ്കിൽ ഞാൻ സെറ്റാവും. ഓക്കെ, എന്താ ചെയ്യാ. മാനാഞ്ചിറ സ്ക്വയറെങ്കിലും എത്തി. ഞാൻ മാനാഞ്ചിറ സ്ക്വയറിൽ നിന്ന് എന്തേലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കട്ടെ ആദ്യം. അപ്പോൾ വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് കാണാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കുന്നുണ്ട്. ഇന്ത്യ ദേശീയ ഗീതം ജനഗണമന.
പക്ഷെ ഞാൻ എന്തൊക്കെയോ എടുത്തു. ഇല്ല, വന്ദേ മാതരം എന്നാണ് ആൻസർ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? അത് ചോദിക്കുക. ഇന്ത്യയുടെ ഗീതം സ്റ്റോപ്പ്. ദ ആൻസർ അല്ല, ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇന്ത്യയുടെ ദേശീയ ഗീതം ആദ്യമായി പാടിയത് ഏത് വർഷമാണ്? ആൻസർ നോക്കാം നമുക്ക്. 1896. ഓക്കെ, 1896. ഗൈസ്, ഞാൻ മാനാഞ്ചിറ സ്ക്വയറിൽ ഞാൻ എടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ചെക്കൻ നടന്നു വരുന്നുണ്ട്. എടാ അങ്ങോട്ട് വാ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. എന്നാൽ അങ്ങോട്ട് വാ. ഗൈസ്, ഇവനാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നെ കാണിക്കാമോ? എൻ്റെ പേരെന്താ? ഇഷാൻ. എന്താ പറയുക, ക്വസ്റ്റ്യൻ എന്താ അറിയോ? ദേശീയ ഗീതം. ക്വസ്റ്റ്യൻ നോക്കി കേട്ടോ, ഒരു മിനിറ്റ്. എന്നെ കണ്ടതിൽ ക്വസ്റ്റ്യൻ മറന്നുപോയി. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൻ്റെ മുദ്ര. ഇന്ത്യയുടെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ദേശീയ ഗീതം ആദ്യമായി പാടിയതാരാ? അതെ, പാടിയത് ഏത് വർഷം? സോറി, മാറിപ്പോയി. പാടിയത് ഏത് വർഷമാണ്? അല്ല, ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ ദേശീയ ഗീതം ആദ്യമായി പാടിയത് ഏത് വർഷത്തിലാണ്? പറഞ്ഞു. 978. അല്ല, ഒന്നുകൂടി പറഞ്ഞു. 1896. അപ്പോൾ ആൻസർ റോങ് ആൻസർ. നമ്മൾ ബാക്കിയുള്ള ഗേൾസിനോട് ചോദിച്ചോട്ടെ. ഹലോ, ഞാൻ ഒരു പ്രത്യേക ഒരു യൂട്യൂബറാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ പ്ലീസ്? ഓക്കെ, വിട്ടോ. ഹലോ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ ഒരു യൂട്യൂബ്. ഗൈസ്, ഓരൊക്കെ പോയി. ഫോണിലൊക്കെ പോവും, ഫോട്ടോയിൽ പോകില്ല. ഭായിമാരാണ്. എന്താ ചെയ്യുക? ചെറിയ മക്കളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നും എനിക്കൊന്നും. ഞാൻ നല്ല ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. എടി, അതിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ആൻസർ പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. പറ്റുമോ? ഈ ദേശീയ ഗാനം പാടിയത് ഏത് വർഷത്തിലാണ്? അതെ, അറിയില്ല. എന്നാ ആയിക്കോട്ടെ, എന്നെ പറഞ്ഞുതരാം. വർഷം ഏതാ അറിയോ? 1896. ഓക്കെ, ചേട്ടാ. എൻ്റെ പേരെന്താ? അലീറ്റ. എൻ്റെ വ്ളോഗിൻ്റെ പേര് അനസ് വ്ളോഗ് 21 എന്നാ. സ്പെഷ്യൽ വ്ളോഗ് കേട്ടോ. ഓക്കെ, ടാറ്റാ. അപ്പോൾ കുഴപ്പമില്ല. ഇനി നമ്മൾ ഇവിടെ കുറച്ച് 2 ചെക്കന്മാർ വെക്കുന്നുണ്ട്. ഓരോടെ ചോദിച്ചോളാം. ക്വസ്റ്റ്യൻ. എടാ, ഞാനല്ലേ ഒരു കാര്യം ചോദിക്കും, നമുക്ക് ആൻസർ പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ദേശീയ ഗാനല്ലേ, അത് തെറ്റാണ്ട് ഈ പാടുമോ? പാടൂല. അങ്ക് പാടാൻ കഴിയോ? കുറച്ച് പാടിയാൽ മതി. അങ്ക് അറിയണവരെ പാടിക്കോ. ദേശീയഗാനല്ലേ? ദേശീയഗാനം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യം ദാദാ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല. നല്ല പാട്ടുകാരനാണ്. അടിപൊളി. ഉജ്ജല ജലധി തരംഗ മതി. അപ്പം നമുക്ക് എല്ലാം അറിയാം. പിന്നെ ഈ പാട്ടിൽ ഇപ്പോൾ പാടിയ പാട്ട് അത് ഏത് വർഷത്തിലാണ് കൊണ്ടുവന്ന്? 1000 സംതിങ് എന്ന് പറയല്ലേ? ആൻസർ പറയും. അല്ല, തെറ്റാണ്ട് വർഷം പറയും. പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. 1985. അല്ല, ഒന്നുകൂടി പറയും, മലയാളത്തിൽ പറയും. 1945. അല്ല, 1896. അതെ, എന്നാലും ഈ പാട്ട് പാടിയല്ലേ, നമുക്കൊരു ഗിഫ്റ്റ് തരാം. നമുക്ക് അങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ, ബഡ്ജറ്റാണ്. ബ്രോ, എന്നാ ഗിഫ്റ്റ്. നിങ്ങൾ എൻ്റെ പേരെന്താ? ഷാനിദ്. എൻ്റെ പേര് ഫാദിൽ. എൻ്റെ പേരെന്താ? മിഥിലാജ്. നിങ്ങളുടെ പേരെന്താ? അമർ. ഓക്കെ, അഹമ്മദ്. ഓക്കെ,
നമ്മൾ വലിയ ഗിഫ്റ്റൊക്കെ ഉണ്ട് ഇനി കൊടുത്ത് തീർന്നതാ. ഓക്കെ പോട്ടെ, ടാറ്റ. കഴിഞ്ഞ് നമ്മൾ പോകുന്നു. എടാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്താണ് അവനത്തെ കളിക്കിന്? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ദേശീയഗാനല്ലേ അത് തെറ്റാണ്ട് നമുക്ക് പാടാൻ അറിയോ? എന്നാ പോയിക്കോട്ടെ. എന്നാൽ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഗൈസ്. നമ്മളെ ചാനലിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോണത്. ഈ അക്ഷയ സെൻറ്റർ ഇല്ലേ, ഈ അക്ഷയ നിങ്ങൾ ഈ അക്ഷയ ഇല്ലേ, ഇവിടെ മുഖം പൊത്തൊന്നും വേണ്ടത്, എന്താ കഥ? അക്ഷയ സെൻറ്റർ എവിടെയാണ് ഫസ്റ്റ് ടൈമായിട്ട് വന്ന ജില്ല ഏതാണ്? ഈ 14 ജില്ലയിൽ ഏത്? കളിക്കുടുക്ക വായിക്കേണ്ട പ്രായമൊക്കെ പണ്ട്. ഇനി ഓല ചോദിക്കണോ? ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താ ആൻസർ? എന്താ തെറ്റല്ലേ? ആൻസർ ഒന്നും ഇല്ലല്ലോ. ഓക്കെ ഗൈസ്, എന്തോ കളിക്കണ്, എന്തൊക്കെയോ കളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബസ്സിൽ കയറി ചോദിക്കണോ? ബസ് പോയി, തെറ്റാ. എന്താണ് പ്രശ്നമോ? ഓക്കെ, എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നോ? ഇന്നെ കണ്ടുക്കണോ ഗൈസ്? എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളെ ഫോൺ എടുക്കും, ഫോണുണ്ടോ? ഫോണ് പോലും ഇല്ലാണ്ട് ഫോളോവേഴ്സ് എത്ര ഉണ്ടെന്നാണ് അവിടെ ചോദിക്കുന്നത്. എൻ്റെ ഫോളോവേഴ്സ് ഞാൻ പറഞ്ഞു, എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിലെത്തിട്ട് നോക്കണ്ടേ. അനസ് വ്ലോഗ് 21 എന്ന ചാനലിൻ്റെ പേര്. ഓക്കെ പറയും. അല്ല തെറ്റിണോ നോക്കാൻ വേണ്ടിയിട്ടാ. അനസ് വ്ലോഗ് 21. ഓക്കെ ടാറ്റ ഗൈസ്. നമ്മൾ പോട്ടെ ഗൈസ്. അവിടെ ഫുൾ കലിപ്പായി. എന്ത് ജാടയാടോ ഈ കേരളത്തിൽ. ഈ നമ്മൾ ഈ കേരളം വിട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഒരു അടിപൊളി കുട്ടിയിരിക്കുന്നുണ്ട്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ദേശീയഗാനം പാടിയത് ഏത് വർഷത്തിലാണ്? അല്ല ഫസ്റ്റ് ടൈമായിട്ട് വന്നത്? എന്നായിക്കോട്ടെ, ഈ അക്ഷയ സെൻറ്റർ ഇല്ലേ അത് ഫസ്റ്റ് ടൈമായിട്ട് ഏത് ജില്ലയിലാണ് വന്നത്? അക്ഷയ സെൻറ്റർ തെറ്റാണെങ്കിൽ പറഞ്ഞോ. അതെ, ഈ 14 ജില്ലയിൽ ഏത് ജില്ലയിലാണ് ഫസ്റ്റ് ആയിട്ട് വന്നത്? കൊച്ചി എന്നാണ് ഇവള് പറഞ്ഞത്. അപ്പോൾ റോങ് ആൻസർ. അപ്പോൾ മലപ്പുറത്താണ് ഫസ്റ്റ് ആയിട്ട് വന്നത് കേട്ടോ. ഓക്കെ, എൻ്റെ പേരെന്താ? ദേവിക. എൻ്റെ പേര് അനസ് വ്ലോഗ് 21 എന്ന് അടിച്ച് തന്നെ കാണട്ടോ. ഓക്കെ ടാറ്റ. അപ്പോൾ നമ്മൾ പോകുന്നു. ഈ ഡയറി മിൽക്കും കൂടി ഉണ്ടേനി. അത് ആൻസർ ശരി പറയുന്നവർക്ക് നമ്മൾ കൊടുക്കും കേട്ടോ. കുറച്ച് ഡയറി മിൽക്ക് ഉണ്ട്, കുറച്ച് കോപ്പിക്കോ ഉണ്ട്. ഡയറി മിൽക്ക്, ഒറ്റ ഡയറി മിൽക്ക്. ആരാണ് ഈ ഭാഗ്യവാൻ നോക്കുക? ഒരു ഡയറി മിൽക്കിൻ്റെ ഭാഗ്യവാൻ ആരാന്ന് നോക്കാം. അത് മുന്നിലൊരു അടിപൊളി ചെക്കന്മാർ പോകുന്നുണ്ട്. മോളെ പിടിക്കാം. ഞാൻ കുറച്ച് ഓടുന്നുണ്ട്. എടാ ബ്രോ ഞാനല്ലേ ഒരു യൂട്യൂബറാ. എടോ പോലെ എന്താണത്? എടാ ഞാൻ ഒരു യൂട്യൂബറാ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അതെ, ആൻസർ പറയണം. ചോദിക്കട്ടെ? അറിയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഈ അക്ഷയ സെന്റർ ഇല്ലേ, അത് ഫസ്റ്റ് ടൈമായിട്ട് വന്ന ജില്ല ഏതാ? അറിയൂല? എന്നാലും തെറ്റാണെങ്കിൽ പറയും. 14 ജില്ലയിൽ ഏതൊരു ജില്ല പറയും? മലപ്പുറം. അമ്പോ കൈയുണ്ടോ ഗൈസ്? ഇപ്പൊ ശരിയാ പറഞ്ഞത്. നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഗൈസ്. ഇപ്പൊ മലപ്പുറം എന്ന് പറഞ്ഞ ആദ്യമായിട്ട് ചാനലിൽ ഒരുത്തന് റെഡ് ആൻസർ പറയണത്. താങ്ക് യു. എൻ്റെ പേരെന്താ? ഷാമിൽ. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരി പറഞ്ഞില്ലേ? അതെ, ഈ പോയി അടിച്ചു നോക്ക്. ഞാൻ തെറ്റൊന്നുമല്ല, മലപ്പുറം തന്നെ. ഓക്കെ പോയി. ഓക്കെ ടാറ്റ. ഇന്ത്യ മോനെ, ചെക്കന്മാര് പൊളി. എടോ മലപ്പുറം എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ സൈഡിൽ കൂടെ ഒന്നും പറഞ്ഞു കൊടുത്തില്ല കേട്ടോ. വീഡിയോ ഓഫാക്കി പറയുന്ന പരിപാടി ഒന്നും എനിക്കില്ല. ഇനി നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഉള്ളൂ. അപ്പോൾ നമ്മളിന്നിപ്പോൾ ടൗണിലാണ് വന്ന്. അതാ ചെക്കന്മാരതാ പോണോ? ഹായ് മോനെ, ഷാമിൽ ബ്രോ. ഷാമിൽ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, വേറെപ്പോൾ എന്താ ഞാൻ പറയാം. നമ്മൾ വന്ന വഴിക്കൂടെ തന്നെ പോണത്. നമുക്ക് കുറച്ച് അപ്പുറത്തൂടെ പോവാം, അതിൽ പോവാം. ഗൈസ്, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരണേ. എൻ്റെ 2 ഡയറി മിൽക്ക് അവിടെ പോയത്, ഞാൻ പോലും കഴിക്കാണ്ടൊക്കെ കൊടുത്തത്.
ഞാൻ പോലും ഇവിടെ ഡയറി മിൽക്ക് വാങ്ങി കഴിക്കുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൻസർ കൊടുക്കുന്നു. എന്ത് എനിക്കിൻ്റെ ഷൂവിന് ഒരു കുഴപ്പമില്ല. ഓക്കെ ആണ്. ഓക്കെ ഉണ്ട്, ഞാൻ കൊണ്ടുവരും. ഓക്കെ, നിങ്ങളെ പേരെന്താ? ആണ്ടവൻ. ഓക്കെ 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 ഓക്കെ. അതെ 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 അതെ, ഇത് നമ്മൾ പള്ളിയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ടാറ്റ. അപ്പോൾ നമ്മുടെ ഷൂവിനൊന്നും ഒരു പ്രശ്നമില്ല. അത് നമ്മളിങ്ങനെ പോവാണ്. കണ്ണട ഗ്ലാസ് ഞാൻ ഒഴിവാക്കി. കേട്ടോ. ഗ്ലാസ് ഞാൻ കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ ടൈം എത്ര? അതിൻ്റെ വ്ളോഗാണ് 5 മണിക്ക് ഇടണം. ഗൈസ് 4:45 ടൈം. 4:45. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും. ഇന്നലെ 8 മണിക്കാണ് വീഡിയോ ഇട്ട് കേട്ടോ. 8 മണിക്കാണ് വീഡിയോ ഇട്ട്. നമ്മൾ ഇവിടെ കുറച്ച് പേര് വെച്ച് നമ്മൾ അവിടെ പോകും കേട്ടോ. അങ്ങനത്തെ ഇതാട്ടോ. നിങ്ങളെ പേരെന്താ? പേര് പറഞ്ഞോ. ക്യാമറ ഓഫാ. പേര് പറഞ്ഞോ. വെറുതെ സഫുവാൻ. പേര് ചോദിച്ചു പോണ ചാനലാ. ഒരു പ്രാങ്ക് ഷോ ആണ്. ആ, എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി ചാനൽ കൊണ്ടുവരുന്നത്. എൻ്റെ പേരെന്താ? ദിൽഷാദ്. എൻ്റെ പേരെന്താ? നിങ്ങൾ സഫുവാൻ. ഓക്കെ. പേരെന്താ? റോഷൻ. എൻ്റെ പേര് പറഞ്ഞില്ല. അനസ് വ്ളോഗ് 21 എന്ന ചാനലിൻ്റെ പേര്. ഓക്കെ. ഇത് ഡെയിലി പൊതുജനങ്ങളിലെ ഇറങ്ങിയിട്ട് ഞാൻ കണ്ടന്റ് എടുത്ത് പോകും. സ്പെഷ്യൽ ഈ പോയി അടിച്ചു നോക്ക്, എൻ്റെ ചാനൽ അടിച്ചു നോക്ക്. അപ്പോൾ കണ്ടന്റ് മനസ്സിലാവും. അനസ് വ്ളോഗ് 21. ഓക്കെ, ടാറ്റ. ഗൈസ്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ അക്ഷയ സെന്റർ ഫസ്റ്റ് ടൈമായിട്ട് വന്ന ജില്ല ഏതാ? ഈ കൊല്ലം. തെറ്റാണ്. എൻ്റെ ഒരു ജില്ല പറഞ്ഞോ. 14 ജില്ലയിൽ ഏതെങ്കിലും ജില്ല പറഞ്ഞോ. കോഴിക്കോട്. ആ, ഈ പറയും. നിർബന്ധമൊന്നുമില്ല. എന്നാ ഈ പറയണ്ട. ഇടുക്കി, വയനാടും അല്ല, അതുമല്ല. വേഗം പറ. ഒരു അടിപൊളി ടാബ്സി ഒക്കെ ഉള്ള ഒരു ജില്ലയാണ്. അപ്പോ മലപ്പുറം. നമ്മൾ മുട്ടായി കൊടുക്കാൻ പോകണം കേട്ടോ. അങ്ങോട്ടുണ്ട് തരാം. ഗൈസ്, ഇവിടെ പേര് കഴിച്ചവർക്ക് മുട്ടായി കൊടുത്തില്ല, പിന്നെ അതിൻ്റെ കേട്. അതാണ് എൻ്റെ വ്ളോഗ്. മുട്ടായി ഹാപ്പി അല്ലേ? ഹാപ്പി. നമുക്ക് ഈ കോഴിക്കോടിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഈ വ്ളോഗ് പറഞ്ഞാൽ മാറി ഉണ്ടാവും. കോഴിക്കോട് എനിക്ക് കോഴിക്കോട് വീഡിയോ ഒഴിവാക്കിയിട്ട് കളിയൊന്നുമില്ല. എന്നാൽ പോയി. ഓക്കെ, ടാറ്റ. ഗൈസ്, ഞാൻ പോട്ടെ. പേരൊന്നും നിങ്ങൾ പറഞ്ഞില്ല. എൻ്റെ പേരെന്താ? ദേവനന്ദ. എൻ്റെ പേരെന്താ? എൻ്റെ പേര്, എൻ്റെ ചാനലിൻ്റെ പേരെന്താ അറിയോ? അനസ് വ്ളോഗ് 21 എന്നാട്ടോ. അപ്പോൾ നിങ്ങൾ പോയി അടിച്ചു നോക്കണം. ഡെയിലി വീഡിയോ ഇടും. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഗൈസ്, അപ്പോൾ നമ്മൾ മുട്ടായികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ പോവുകയാണ്, വ്ളോഗ് കഴിഞ്ഞ് പോവാണ്. നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഇനി ബാക്കിൽ ചിരിക്കുന്നുണ്ടെങ്കിൽ വ്ളോഗ് കാണാം. അപ്പോൾ ലാസ്റ്റിലേക്ക് അടിപൊളിയായിട്ടോ. ഇനി നമ്മൾ അന്ന് മോനെ പടം തടഞ്ഞ് വീണീന് ഞാൻ. കോമഡി ചെയ്ത് താളെ മാറാ. നോക്കിയാ. എന്താ പേരെന്താ പറഞ്ഞോ? സബ്രീത്. What is your name? Vishnu. What is your name? Govind. What is your name? Mahmood. Wow. आपका नाम अनस व्लॉग 21 यूट्यूब चैनल. अच्छा है. अनस व्लॉग 21. अनस व्लॉग 21. ഒന്ന് പറയ്. समझा? റിപ്പീറ്റ് വ്ളോഗ്. അനസ് വ്ളോഗ് 21. ആ, ഇത് അല്ലെങ്കിൽ ഈ അടിച്ചു നോക്ക്. ഞങ്ങൾക്ക് മറന്നു പോയല്ലേ. ഫോൺ എടുക്ക്. ഗൈസ്, നമ്മളിവിടുന്ന് വ്ളോഗ് വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അടിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സബ്സ്ക്രൈബറാണ് ഇവിടെ മിസ്സാവണത്. അപ്പോൾ ഞാൻ ഏതായാലും വീഡിയോയിലിട്ട്. നമുക്ക് മലയാളം മനസ്സിലാവില്ലല്ലോ. ഇതെടുത്ത് എനിക്ക് സബ്സ്ക്രൈബറിനും കിട്ടും. ANAS വ്ളോഗ് 21. ആ, ഇതാണ് ഞാൻ. ഇതാ കണ്ടോ, കഴിഞ്ഞ വ്ളോഗ് ലുലുമാൾ കണ്ടണോ? ലുലുമാൾ. ഓക്കെ, ടാറ്റ. ഓക്കെ, നമ്മൾ പോവുകയാണ്. വ്ളോഗ് കഴിഞ്ഞ് പോവാണ്.
ഇനി എനിക്ക് ആവുന്നില്ല. ഇപ്പോൾ 49 മിനിറ്റായി. പോവുകയാണ് നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. എന്താ പേരെന്താ? ഓക്കെ ടാറ്റ. നമ്മൾ പോവുകയാണ്. അത് പോയി പറഞ്ഞാട്ടെ, അല്ലെ ഞാൻ പൊട്ടനാന്ന് വിചാരിക്കും. എടോ നിക്ക് എടോ, ഇതൊരു പ്രാങ്ക് ഷോ. അത് ഞാൻ പേര് ചോദിച്ചു പോയി. എന്നെ കൊണ്ട് പറ്റുന്ന വരെ പ്രാങ്ക് ചെയ്ത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ചെറിയ പ്രാങ്ക് ആയില്ലേ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21 എന്നാട്ടോ. ഓക്കെ ടാറ്റ, ബൈ. നമ്മൾ പോവുകയാണ്, വ്ളോഗ് കഴിഞ്ഞ് പോവുകയാണ്. ഇൻ്റെ മോനെ എത്ര അങ്ക് നിക്ക്, എത്ര കീശാണ് അങ്ക്. 1 2 3 ചാപ്പ്. ഇൻ്റെ മോനെ എന്താ എടോ നോക്കട്ടെ, മോതിരം കൊണ്ട്. എൻ്റെ ഇത് കിतना പ്രൈസ്? 150. ഇത് മാലയ്ക്ക് എത്ര? 100. എന്താ ചെവിടിലെന്താ ഉള്ളത്? എന്ത് 50? മോനെ മൊത്തം ലക്ഷറി അല്ലേ? ഓക്കെ, ലക്ഷറി ടീംസാണ് ഇവിടെ കോഴിക്കോട്. ഇത് ബംഗാളികളെ സ്വർഗമാണിത്. സ്വർഗം എന്നല്ല, ബംഗാളികളൊക്കെ നമ്മളിവിടുന്ന് മലയാളീസൊക്കെ ഇവിടുന്ന് ഗൾഫ് കയറി സൗദി അങ്ങോട്ട് പോവാണെങ്കിൽ അതെ ചീവിടിൻ്റെ സൗണ്ട്. നമ്മളിപ്പോൾ പാവമണി, ഇത് പേരാണോ? പാവമണി റോഡിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഗ്ലാസ് ഇട്ടാലോ? നമ്മൾ പൂവുണ്ടേനി, പൂവ് കൊടുക്കാനായില്ല. കുറച്ച് ഞാൻ പൂവ് കൊടുക്കും. ഗ്ലാസ് ഇടാൻ പോവാ. എന്തോ പറഞ്ഞു ഇപ്പുറത്തെ കമ്മീഷണർ ഓഫീസാട്ടോ ഈ കാണുന്നത്. കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞ മാതിരി ഒരു ദിവസം അതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോയിനി. അപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഒരു ബസ്സൊക്കെ നിർത്തിയിട്ടിനി, പോലീസ് ബസ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഞാൻ വ്ളോഗ് എടുക്കേനി. അപ്പോൾ ഓല് പറഞ്ഞതിനോട് നമ്മൾ വ്ളോഗ് എടുത്തില്ല. അവളിങ്ങനെ പോവാണ് കേട്ടോ. हाय बाय. तुम्हारा नाम क्या? संदीप. अमल. ओके बाय. നമ്മളെല്ലാവരോടും പേര് ചോദിച്ചാൽ നമ്മൾ പോകാൻ പോകണം കേട്ടോ. ഓക്കെ ഗൈസ്, അവിടെ ഓടുന്നുണ്ട്. എൻ്റെ ക്യാമറ കണ്ടിട്ട് ഓടുന്നുണ്ട് ഗൈസ്. ഓല് അങ്ങോട്ടേക്ക് ഓടി. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം കേട്ടോ. ഓല് തിരിഞ്ഞു പോയി. എന്തിനാ ഓല് അങ്ങോട്ട് തിരിഞ്ഞു പോയേ? എന്തിനാ ഓടുന്നേ? ഞാൻ എന്താ ഓടുന്നേ കളി? അനസ് വ്ളോഗ് 21 ഗൈസ്, എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സാണ്. അനസ് വ്ളോഗ് 21. ഞാൻ പോട്ടെ, ബുദ്ധിമുട്ടാകുന്നില്ല. ഓക്കെ ഗൈസ്, ആ ടീം മൊത്തം ഓടി. ഗൈസ് എന്താ ചെയ്യാ? ചിരി റിങ്കിന്നെ വ്ളോഗ് എടുക്കുമ്പോൾ ഞാൻ എന്നെ ചിരിച്ചിട്ട് ഇല്ലാണ്ടായി പോട്ട്. അങ്ങനെയൊക്കെയാണ് സ്ഥിതി. നമ്മളിപ്പോൾ അങ്ങോട്ടെത്തി വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഇവനോട് പേര് വെച്ചോ. അതാ അവത്തോ മറ്റേ ഇലക്ഷൻ നിബ്ദുബാന സിക്കനോ സമ്മല്ലോ Basicamente, isso faz que motiva the commissioner office. This is police station. Yeah, Commissioner office. Commissioner office is those big മലബാറിൻ ഗ്യാങ് ഇമ്മച്ചാരി കുട്ടിപ്പോയി അമ്മച്ചുള്ളി ബാണോ വെട്ടിക്കൂട്ടി അട്ടിക്കൂട്ടി 5ഉം 10ഉം വാങ്ങും. വെട്ടിമാരം പെണ്ണുക്കോയ് ബോങ്കള ഷിപ്പ് ബാങ്കിള ഷിപ്പ് റൗണ്ടിൽ പോലെ നിൽക്ക്. അനസ് വ്ളോഗ് 21 എന്ന ചാനലിൻ്റെ പേര്. നമ്മൾ സ്പെഷ്യൽ ടീമാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാ. ഓക്കെ പോട്ടെ, വെറൈറ്റി അല്ലേ കുത്തിക്കാളി. ഓക്കെ പോയി. നമ്മളെ മലബാറിൻ ഗ്യാങ് പാട്ട് പാടിയതാ. എമ്മച്ചാരെ കുട്ടിപ്പോയി എമ്മച്ചുള്ളി ബാണം വെട്ടിക്കൂട്ടി കത്തിച്ചിട്ട് 5ഉം 10ഉം വാങ്ങും. എമ്മച്ചാരെ കിണ്ടുപോയി. എനിക്കങ്ങനെ പാടാറിയുള്ളൂ. ഡാൻസിയൊക്കെ എങ്ങനെ മച്ചാ ഡാൻസിയൊക്കെ പാട്ട് പാടുന്നത്? എനിക്കൊന്നും ആ വരി മനസ്സിലാവണം കൂടി ഇല്ല.
പക്ഷെ മനസ്സിലാവണമെങ്കിൽ എൻ്റെ മാതിരി ആവണം, ലാബ്സിൻ്റെ മാതിരി ആവണം. ഇൻഷാല്ലാ നമ്മൾ ലാബ്സിൻ്റെ മാതിരി ആവും. എനിക്ക് നല്ല വൃത്തിക്ക് പാട്ട് പാടാനൊക്കെ അറിയാം. നമ്മളെന്തായാലും വ്ളോഗിൽ ഒരു പാട്ടൊക്കെ കൊണ്ടുവരും കേട്ടോ. കുറേ ടീം നമ്മളെ വ്ളോഗിൽ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് നമ്മളെ വ്ളോഗിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ ഞാൻ കാണിച്ചു തരും. ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയാൽ എൻ്റെ വീട്ടിൽ എനിക്കൊരു അനിയത്തി ഉണ്ട്, 3 അനിയനുണ്ട്, ഞാനാ മൂത്തത്. അപ്പോൾ ഓലൊക്കെ നമുക്ക് 1 മില്യൺ ആയിട്ട് കൊണ്ടുവരാം ചാനലിലേക്ക്. 1 മില്യൺ ആയാൽ എല്ലാവരെയും കൊണ്ടുവരും, എൻ്റെ കുടുംബക്കാരെയും ഒക്കെ ഞാൻ കൊണ്ടുവരും കേട്ടോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഇവിടുന്ന് ഏലക്കായും പരിപ്പൊക്കെ കൊടുത്ത്, ഏലക്കായും മുന്തിരിയും കൊടുത്ത് വിടുന്ന കേട്ടോ. ഇതാ ഇവിടുന്ന് ചെക്കന്മാരൊക്കെ പൊളിയാക്കിയത്. മച്ചാ ഇത് കമ്മീഷണർ ഓഫീസിൽ പോലീസ് വിളിച്ച എന്താ ചെയ്യാ? എടാ ഞാൻ പറഞ്ഞ എന്താ അറിയോ, ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇതൊക്കെ കളിച്ചെന്തോ ആയി, എന്തൊക്കെ സംഭവിച്ചാണ്. എന്താ എൻ്റെ പേരെന്താ? ഒരു ചെറിയ പ്രാങ്ക് കണക്ക് പോലെ ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. യശോരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ചേട്ടാ. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ പ്രാങ്ക് ചെയ്ത് പോകുന്നുണ്ട്. ഹായ് ബ്രോ, ലുക്ക് കോസ്റ്റ്യൂം അടിപൊളിയായി. ഞാൻ ഈ സ്റ്റെയിൻഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഈ കോസ്റ്റ്യൂമിൻ്റെ ഡ്രസ്സുകൾ എത്ര വില എന്ന് ചോദിക്കൂ. അതാണ് എൻ്റെ ചാനൽ. ഇത് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം. ബുദ്ധിമുട്ടാണ്, ഓക്കെ ഞാൻ പോയിക്കോളാം. എടാ ബ്രോ എൻ്റെ ഒന്നുമല്ല ചാനൽ, ഞാൻ ഒരു വ്ളോഗറാ. ഞാൻ ഒരു പ്രാങ്ക് എടുക്കരും. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരെന്താ അറിയോ? അനസ് വ്ളോഗ് 21 എന്നാ. ഓക്കെ, ഞാൻ ആ കളിയൊന്നും കളിക്കില്ല. ഓക്കെ, ടാറ്റ. മോനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞേ, ഇത് സ്പെഷ്യൽ വ്ളോഗാണ്. അവളിങ്ങനെ പോവാണ് കേട്ടോ. നമ്മൾ പോകാണ്, നമ്മൾ വീട്ടിലേക്ക് പോവാണ്, ഇന്ന് പോയാൽ ഇപ്പോൾ എത്തും. എടാ ഷാമിലെ ഈ വെടിയും. അപ്പോൾ ആൻസർ മലപ്പുറം കേട്ടോ. ഓക്കെ, ഷാമിൽ ബ്രോ. എന്താ ചാനലോ? എടാ ചാനൽ അറിയാണ്ട് ഈ പോയത് ഗൈസ്. നമുക്ക് ചാനലൊന്ന് കാണിച്ചു കൊടുത്താൽ എനിക്ക് ബസ് വരുള്ളൂ. ഞാൻ ഡെയിലി വീഡിയോ ഇടുന്ന ആളാണ്. അതാ ഇനി അവിടെ 21 അടിച്ചാൽ മതി. 2 ആയിട്ടേ ഉള്ളൂ. അവിടെ ഒരു 1ൻ്റെ കുറവുണ്ട്, അതൊരു 1 ഇട്ടാൽ മതി. അപ്പോൾ പോവാണ് കേട്ടോ. എന്നെ നേരത്തെ വ്ളോഗിൽ ഈ ഫോൺ ചെയ്ത് പോയി. എൻ്റെ പേരെന്താ? അഫാൻ. എൻ്റെ പേര് അനസ് വ്ളോഗ് 21. പുതിയ യൂട്യൂബറാ. ഓക്കെ, അപ്പോൾ കഴിച്ചിലായ നിങ്ങളൊക്കെ കഴിച്ചിലാക്കണോ? ഓക്കെ, ഇങ്ങനെ നടന്നാൽ മതി. എന്താ ചെയ്യുന്നത്? പഠിക്കണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രാങ്കൊക്കെ ചെയ്ത ടീമാണ്. ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കൂ, ഇടയ്ക്ക് വ്ളോഗും ചെയ്യൂ. മിക്സ്ഡ് ആണ് ചാനൽ. ഓക്കെ, പോട്ടെ, ടാറ്റ. പോയിട്ടോ. സെറ്റ്. എന്തായാലും ഇപ്പോൾ കോഴിക്കോട് മൊത്തം ഇറക്കി എൻ്റെ വ്ളോഗ് കണ്ടിട്ട്. നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. നമ്മൾ പോകാണ്. ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഇതാ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ്. പേരെന്താ? ഒരു പുതിയ യൂട്യൂബ് ചാനലാ. നിങ്ങളുടെ പേരെന്താ? അലൻ. നിങ്ങളുടെ പേരെന്താ? വിഷ്ണു. ഞാൻ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടാറ്റ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21 എന്നാ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാൻ പോയിന്. അപ്പോൾ നിങ്ങൾ നോക്കണ കണ്ടപ്പോൾ ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ ഗൈസ്. അവിടെ എൻ്റെ മോനെ എന്നെയും വീഡിയോ എടുക്കുന്നുണ്ട്, ഓലെ ഞാൻ വീഡിയോ എടുക്കും. അതാ നോക്കി. ബ്രോ ഇനി എടുക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടും എടുക്കും. ഇങ്ങോട്ട് എടുത്താൽ മോനെ ഓല അങ്ങോട്ടും എടുക്കും, ഉറപ്പായിട്ട് എടുക്കും. അതാ ഇനി അവിടെ നിന്ന് ചിരിച്ചോണ്ടാണ് വരുന്നത്. ചിരിച്ചു വരുന്ന പോലെ ഞാൻ പിടിക്കും. ഗുഡ് ബോയ്. അപ്പോൾ നമ്മൾ എൻ്റെ മോനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു പാട്ടൊക്കെ പാടാൻ പോകണം. ഹലോ, ഞാൻ ഫേമസ് യൂട്യൂബറാണ്. ഫേമസ് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അറിഞ്ഞില്ലല്ലോ. അറിയാണ്ട് ഫേമസ് ആവണ കൂട്ടത്തിലാണ്. വിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അത് ഏറ്റവും നല്ലത്. അല്ലാൽ രസം ഉണ്ടാവില്ല. ഇതിപ്പോൾ എത്ര മിനിറ്റായി? 60 മിനിറ്റ്. ഇന്നലെ നമ്മൾ അടിപൊളി ലുലുമാളിൽ വ്ളോഗ് എടുത്തിട്ട് എന്ത് ഫുൾ പ്രാങ്ക് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ. മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇന്ന് നമ്മൾ പൂവൊന്നും കൊടുത്തില്ല കേട്ടോ.
ഐസ് അവിടെയൊക്കെ ബൈക്കും പോണേലൊക്കെ നോക്കുന്നുണ്ട്. ഈ പൂവൊക്കെ ഉണ്ട്, നമ്മൾ പൂവൊന്നും കൊടുത്തില്ല. വീട്ടിൽ നിന്ന് 2 പൂവൊക്കെ എടുത്തിറങ്ങിയതാ. ഇതിപ്പോൾ ഇനി വീട്ടിൽ തന്നെ കൊണ്ടേക്കാം. നാളത്തെ വീഡിയോയിൽ എന്തായാലും പൂ കൊടുക്കും കേട്ടോ. നാളത്തെ വീഡിയോയിൽ നമ്മളെന്തായാലും പൂ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ലൈക്ക്, മാക്സിമം ഷെയർ ആണ്, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് 1K ഉള്ളത് 1 മില്യൺ ആവണം കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ആവും ഇൻഷാല്ലാ. നമ്മൾ വരുന്നുണ്ട്, അനസ് വ്ലോഗ് വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്. ഇപ്പം തന്നെ കയറി, ഇപ്പം 1K അടിച്ചിരിക്കുന്നു. നമ്മൾ കയറി വരാൻ പോവാണ് കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യണോ? വൈൻഡപ്പ് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. അപ്പോൾ ഇങ്ങനെ പോയാൽ നമ്മൾ ബസ് സ്റ്റാൻഡ് അവിടെയാണ്, ഇങ്ങനെ പോയാൽ ബീച്ചാണ്. ഓക്കെ, ടാറ്റ ബൈ ബൈ. ടാറ്റ ടാറ്റ ടാറ്റ. ഓക്കെ, ഇത് പോയിട്ട് വീഡിയോ ഇട്ടോ, ഇതിങ്ങനെ ലെങ്ത്ത് കൂടിക്കൊണ്ട് വെക്കുക. അപ്പോൾ ടാറ്റ.